ഇപ്പോഴും ഈ പേര് പറയുന്നില്ല. ആരാണ് ഈ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ? ആർക്കാണ് സംസ്ഥാന സർക്കാരിൽ ഇത്ര വലിയ സ്വാധീനം? ആർക്കാണ് വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് സിനിമാ ലോകത്ത് ഇത്ര വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുക? ആ പേര് എന്തുകൊണ്ടങ്ങ് പറയുന്നില്ല? പേര് ഞാൻ പല പ്രാവശ്യം പറയാം. എനിക്ക് പേര് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. രാജേഷ് കൃഷ്ണ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പുള്ളി ഇപ്പൊ കഴിഞ്ഞ ഒരു 15 ദിവസം മുമ്പ് പോലും പുള്ളി സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിന്റെ കൂടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ മോഹൻലാൽ ഉണ്ട്. അതിന്റെ 2 ദിവസം മുമ്പ് മമ്മൂട്ടിയുടെ കൂടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത്രയും അലിഗേഷൻസ് പുള്ളിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ്, 2 പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുന്നു. ഇത്രയും ചാനലുകളിൽ ഞാൻ വന്നിട്ട് പുള്ളിക്കെതിരെ പറയുന്നു. എന്നിട്ട് പോലും ഇവരാരെയും അദ്ദേഹത്തിനെ മാറ്റി നിർത്തുന്നില്ലല്ലോ. അവനിക്ക് ഇപ്പോഴും ആക്സസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുള്ളിയുടെ സെക്യൂരിറ്റി കമ്പനി, പുള്ളി സെക്യൂരിറ്റി കമ്പനിയുടെ മറവിലാണ് സകല തട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സെക്യൂരിറ്റി കമ്പനിയുടെ ലൈസൻസ് കഴിഞ്ഞ ഓഗസ്റ്റ് മാസം എക്സ്പയർ ആയിരിക്കുകയാണ്. പക്ഷെ അത് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ ആ സെക്യൂരിറ്റി കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൺട്രോളിംഗ് അതോറിറ്റി ഉണ്ട്. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിലും, അത് ഹോം ഡിപ്പാർട്ട്മെന്റിൽ അണ്ടറിൽ വരുന്നതാണ്. ഇന്ന് അവിടെ ഒരു ലേഡി ഉദ്യോഗസ്ഥയാണ് ഉള്ളത്. അവരെ മേലില് പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും ഭയങ്കര പ്രഷറാണ് ആ ലൈസൻസ് റിന്യൂവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആ ലൈസൻസ് അവർക്ക് ഒഫീഷ്യലി റിന്യൂവൽ ചെയ്യാൻ പറ്റില്ല. കാരണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലർ ഉണ്ട് ഈ കമ്പനിക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവർക്ക് എങ്ങനെ റിന്യൂവൽ ചെയ്തെടുക്കാൻ പറ്റും? പക്ഷെ അവരെ മേലിൽ ഭയങ്കരമായ പ്രഷറാണ്. അപ്പൊ പുള്ളിന്റെ ഒരു കപ്പാസിറ്റി എന്താണ്? ഈ രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി എന്ന് മുതലാണ് കേരളം അറിയപ്പെട്ടു തുടങ്ങിയത്? അല്ലെങ്കിൽ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ചില ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ കണ്ടുപിടിക്കേണ്ടതാണ്. ഇത്രമാത്രമാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. ഷർഷാദ് ഇക്കാര്യത്തിൽ 2 കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി. ഒന്ന്, പാർട്ടി സെക്രട്ടറിയുടെ, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല, പാർട്ടി സെക്രട്ടറിയുടെ മകന് ഇതിലുള്ള ഇടപാട്. 2, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങ് നേരിടേണ്ടി വന്ന സമ്മർദ്ദം. ഇത്ര വലിയ സ്വാധീനം ഉള്ളയാൾ, ഇതുവരെ ആരും കേട്ടിട്ടില്ലാത്ത ഒരാൾ, എങ്ങനെ മലയാള സിനിമയിൽ 1 ഫണ്ടിങ്, 2, 3 രാഷ്ട്രീയ രംഗത്ത് ഒക്കെ ഇത്രയും വലിയ സ്വാധീനമായി എങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഉദയം ചെയ്യാൻ കഴിയും? ഷർഷാദ്, ഞാൻ ചോദിക്കുന്നത് ഒരു സാധാരണ പ്രേക്ഷകന്റെ ഭാഗത്തു നിന്നാണ്. ഷർഷാദ്, അങ്ങ് പറയുന്നതിനെ ചോദ്യം ചെയ്യുകയല്ല. അതിനുള്ള മറുപടി ഞാൻ പറയാം. കാരണം പാർട്ടി സെക്രട്ടറി, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല, ഇന്നത്തെ പാർട്ടി സെക്രട്ടറിന്റെ അന്ന് ഞാൻ പാർട്ടിക്ക് കംപ്ലൈന്റ് കൊടുത്തത് ഒരു വിധത്തിലെങ്കിലും അന്നത്തെ പാർട്ടി സെക്രട്ടറി കൈകാര്യം ചെയ്തിട്ട് മാറ്റി നിർത്തിയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇന്നത്തെ പാർട്ടി സെക്രട്ടറിക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഫാമിലി കണക്റ്റഡ് ആണ്. ഈ പുള്ളിക്കാരന്റെ ഫാമിലി ആയിട്ട് അവർ കണക്റ്റഡ് ആണ്. അതിന്റെ പല ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ ഇവിടെ മീഡിയകളിൽ വന്നതാണ്. ഈ 2 ദിവസം മുമ്പ് പോലും ഞാൻ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അവർ എത്രമാത്രം ഫാമിലി കണക്റ്റഡ്. കാരണം ഈ പാർട്ടി സെക്രട്ടറി അടുത്ത യു കെയിൽ പോയ സമയത്ത് ഈ പുള്ളിയുടെ വീട്ടിലൊക്കെ പോയി താമസിക്കുകയൊക്കെ ചെയ്തതാണ്. അതിന്റെ ഫോട്ടോഗ്രാഫൊക്കെ പബ്ലിക്കലി മറ്റു പല ആൾക്കാരും എടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം അറിയാം. പിന്നെ മകൻ ഈ പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഇപ്പം ഈ വിവാദമായ രഞ്ജിത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പൊ അവരും ഫിലിമിൽ കണക്റ്റഡ് ആണ്. അവരും തമ്മിൽ പല സാമ്പത്തിക ഇടപാടുകളുണ്ട്. അവന് വേണ്ടിയിട്ട് ഫിലിമിന് ഫണ്ട് ചെയ്യുന്നത് തന്നെ ഇദ്ദേഹമാണ് എന്നാണെന്ന് പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ആ പാർട്ടിന്റെ ഭാഗത്തു നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ CMന്റെ ഓഫീസിൽ ഒരു പൊളിറ്റിക്സ് സെക്രട്ടറി ഇവന്റെ റൈറ്റ് ഹാൻഡ് ആണ്. അവര് തമ്മിൽ പല കൊടുക്കൽ വാങ്ങൽ കേസുകളുണ്ട്. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് ഒരു കള്ളക്കേസിന് എനിക്ക് വക്കീൽ നോട്ടീസ് അയപ്പിച്ചിട്ടുണ്ട് ഈ രാജേഷ് കൃഷ്ണ. പക്ഷെ ആ കേസ് പിന്നീട് കോർട്ടിൽ നിന്ന് അവരെന്നെ പിൻവലിച്ചു പോവുകയാണ് ചെയ്തത്. കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു അഡ്വക്കേറ്റ് ആണ് എന്നുള്ള എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് എനിക്കൊരു ലീഗൽ നോട്ടീസ് വന്നിരുന്നു എന്റെ നാട്ടിലെ അഡ്രസ്സിൽ. ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നെ സിനിമാ മേഖല, പിന്നെ ഇദ്ദേഹത്തിന് ജേർണലിസ്റ്റ് ആണ്. അപ്പം അത്യാവശ്യം മലയാളം ചാനലുകളിലുള്ള ഇന്നത്തെ ഒരുവിധം ജേർണലിസ്റ്റുകളെല്ലായിട്ട് ഇയാൾക്ക് നല്ല ബന്ധമുണ്ട്. അപ്പൊ അതിന്റെ ഇപ്പൊ തന്നെ പല ആൾക്കാരും പറയുന്നുണ്ട്, നീ എന്തിനാണ് ജനം TV പോകുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ പോകുന്നത്, എന്തുകൊണ്ട് മെയിൻ ചാനലുകളിൽ വരുന്നില്ല എന്നുള്ളത്. എനിക്ക് ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെയല്ല എനിക്ക് വന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ മറ്റുള്ള ചാനലിനെ അപ്രോച്ച് ചെയ്യായിട്ടല്ല. ഞാൻ മനോരമ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. മനോരമന്റെ കോഴിക്കോട് ബ്യൂറോ ചീഫായിട്ട് ഞാൻ നേരിൽ സംസാരിച്ചതാണ് എന്റെ കാര്യം.
എറണാകുളത്തുള്ള ഒരു സാമ്പത്തിക കുറ്റാന്വേഷണം റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ കണ്ട് സംസാരിച്ചതാണ്. പക്ഷെ അവരാരും തയ്യാറില്ല. ചെന്നൈയിലെ 24-ന്റെ റിപ്പോർട്ടർ എന്റെ അടുത്തുനിന്ന് സാമ്പത്തിക സഹായം വരെ പറ്റിയിട്ടുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരാരും അത് ചെയ്തില്ല. പക്ഷെ ചെയ്യുന്നവരെ എന്നെ മാനസികമായിട്ട് തളർത്തുകയാണ്. നീ എന്തിനാണ് ജനത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലിൽ പോകുന്നത് എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു, ജനത്തിൽ പോയാൽ എന്താ കുഴപ്പം? എനിക്ക് ജനം സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ജനത്തിൽ പോകുന്നു. വേറെ ആരും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പൊ ജേർണലിസ്റ്റ് ആ ചാനൽ മാധ്യമ ശൃംഖലയിലോ അല്ലെ മാധ്യമ മേഖലയിലോ ഇവനിക്ക് സപ്പോർട്ട് ഉണ്ട്, ഇവനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഉള്ളത് കൊണ്ടാണ് അവിടുന്ന് സപ്പോർട്ട് കിട്ടാത്തത്. ഷർഷാദ്, ഒരിക്കൽ കൂടി ഈ പറയുന്ന കാര്യങ്ങൾ സാധാരണഗതിയിൽ ഒരാൾ, ഞാൻ അങ്ങ് പറയുന്ന വാക്കിനെ അവിശ്വസിക്കുന്നില്ല, അത് ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പോഴും ഞാൻ വീണ്ടും ഈ ചോദ്യം ഉന്നയിക്കുന്നത്, ഒരു സാധാരണ പ്രേക്ഷകൻ കേൾക്കുമ്പോൾ രാഷ്ട്രീയ രംഗത്ത്, മാധ്യമരംഗത്ത്, സിനിമാ രംഗത്ത് കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ പ്രസിദ്ധനോ പ്രശസ്തനോ അല്ലാത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വരുന്നു, സിനിമാ നിർമ്മാണത്തിന് പണം മുടക്കുന്നു, സിനിമാ മേഖലയിൽ ഇടപെടുന്നു, സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയിലെ പ്രമുഖരുമായി അടുത്തിടപഴകുന്നു, അവരെ ഹോസ്റ്റ് ചെയ്യുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത് ലണ്ടനിൽ. അതുപോലെ നാട്ടിലെത്തിയാൽ വലിയ സ്വാധീനം. ഇതൊക്കെ ശരിക്കും സിനിമാ കഥയിലെ ഇങ്ങനെ പെട്ടെന്നൊരു താരോദയം ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങക്ക് ഇതേക്കുറിച്ച് എന്തെങ്കിലും? ഇല്ല, അതായത് പ്രൊഡ്യൂസർ ആകുന്നത് മുമ്പും ഇദ്ദേഹം 2016 അല്ലെ 17 ആദ്യഘട്ടം മുതൽ തന്നെ ഇദ്ദേഹം സിനിമക്ക് ഫണ്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ വരുന്നത് നമ്മുടെ ഈ പുഴു എന്നുള്ള പടത്തിൽ കൂടിയാണ്. അത് തന്നെ ആ പുഴുവിന് യഥാർത്ഥത്തിൽ വേറൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ചതിച്ചും കൊണ്ട് മാറ്റി നിർത്തിയും കൊണ്ടാണ് ഇദ്ദേഹം പ്രൊഡ്യൂസറായിട്ട് വരുന്നത് അതിനകത്ത്. കാരണം അതുവരെ ഇയാൾക്ക് ഫ്രണ്ട് റണ്ണിൽ വരാൻ പറ്റില്ല. കാരണം പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല രീതിയിലുള്ള ഫണ്ട് സോഴ്സിങ് ഉണ്ടാവും. അപ്പൊ അവരൊരിക്കലും അവരെ ഫണ്ടേഴ്സിനെ ഫ്രണ്ട് റണ്ണിൽ കൊണ്ടുവരില്ല. അപ്പം അങ്ങനെ ഉള്ള ഒരുവിധം അറിയപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സിനെല്ലാം ഇദ്ദേഹം കഴിഞ്ഞ 2017 മുതൽ ഫണ്ട് ചെയ്യുന്നുണ്ട് UK-ന്ന്. പുഴു അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ നമ്മുടെ എന്റെ വൈഫ് എടുക്കുന്ന ഒരു പടമായതുകൊണ്ട് അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടെ അവർ ഫ്രണ്ട് റണ്ണിലേക്ക് കയറി വന്നു. അങ്ങനെയാണ് അദ്ദേഹം പ്രൊഡ്യൂസറായി മാറുന്നത്. ആദ്യത്തെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് മമ്മൂട്ടിനെ പോലത്തെ ഉള്ള ഒരു സിനിമന്റെ കിട്ടാന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പൊ അത് അദ്ദേഹം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ അന്ന് മുതലല്ല, അതിന്റെ ഒരു 3-4 വർഷം മുമ്പ് മുതൽ തന്നെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപെടലുകൾ അല്ലെങ്കിൽ ഇടപാടുകൾ അന്വേഷിക്കണം. കാരണം ഇദ്ദേഹം 2016-17 അവിടെ ഈ ഡിപ്പെൻഡിങ് വിസയിൽ ഉണ്ടായി റൂം ഷെയർ ചെയ്ത് താമസിച്ച ആള് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അവിടെ പ്രോപ്പർട്ടി വാങ്ങുന്നു, പിന്നെ അവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു, കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇദ്ദേഹത്തിന്റെ തന്നെ അവിടെയുള്ള സമീക്ഷ എന്ന് പറയുന്ന കേരളത്തിന്റെ മലയാളികളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്, ഇടതുപക്ഷ കൂട്ടായ്മ UK-ല്, സമീക്ഷ. അവരുടെ ആൾക്കാരാണ് ഇദ്ദേഹത്തിനെ പറ്റി എന്നെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ സുപ്രഭാതത്തിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു, അതിലേക്ക് കോടികൾ ഒഴുകുകയാണ്. ആ കോടികൾ ഇവിടുന്ന് റീറൂട്ട് ചെയ്തിട്ട് വീണ്ടും സിനിമാ മേഖലയിലേക്ക് കേരളത്തിലോട്ട് പോവുകയാണ്. ഇതൊക്കെ അവിടുന്നുള്ള ഇൻഫർമേഷൻ ആണ് എനിക്ക്.